ഹലോ എവ്രിവൺ, വെൽക്കം ടു മെഹർസ് കിച്ചൻ. ഇന്ന് നമുക്ക് ഒരു അടിപൊളി പിസ്സ സോസിൻ്റെ റെസിപ്പി നോക്കാം. ഇതുവരെ പിസ്സൻ്റെ റെസിപ്പി നോക്കിയിട്ടുണ്ടല്ലോ, ഇനി നമുക്ക് പിസ്സ സോസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു അടിപൊളി വെറൈറ്റി പിസ്സൻ്റെ റെസിപ്പിയും നോക്കാം. അപ്പോൾ നല്ല ഈസിയായ റെസിപ്പിയാണ്. ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കണമെങ്കിൽ വീട്ടിൽ വളരെ ഈസിയിൽ തന്നെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തന്നെ പിസ്സ സോസ് ഉണ്ടാക്കാം. അപ്പോൾ മമ്മി കാണിച്ചു തരും എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ അടിപൊളി പിസ്സ സോസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഇതിനാവശ്യമുള്ളത് തക്കാളിയാണ്. ഇത് ഒരു 3 കപ്പോളം ഉണ്ടാവും. ഇതിൻ്റെ തക്കാളി നല്ല പഴുത്ത തക്കാളി എടുത്തിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞു വെച്ചതാണ്. നന്നായിട്ട് അരിഞ്ഞു വെക്കണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വെളുത്തുള്ളിയാണ്. 1.5 ടീസ്പൂൺ വെളുത്തുള്ളി നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെക്കാം. നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്യണം. പിന്നെ ആവശ്യമുള്ളത് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണിത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇറ്റാലിയൻ സ്പൈസസിൽ 1 ടീസ്പൂൺ ഒരിഗാനോ, 1/2 ടീസ്പൂൺ തൈം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരിഗാനോ ഇട്ടാലും മതി. പിന്നെ ആവശ്യമുള്ളത് 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര, ഷുഗർ. ഇതൊക്കെയാണ് നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ആദ്യം ചെയ്യേണ്ടത് തക്കാളി നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിത് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ടിത് ഉടയണം, അതുപോലെ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കിക്കൊണ്ട് നമുക്കിത് ഉടച്ചെടുക്കാം. അങ്ങനെ തക്കാളി നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം, ബ്ലെൻഡ് ചെയ്തെടുക്കാം. മിക്സി ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒരു സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ട് സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഒരു പാൻ ചൂടാക്കാം, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായാൽ ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെളുത്തുള്ളിൻ്റെ നല്ലൊരു മണം വരുന്ന വരെ നമുക്കിതൊരു 1-1.5 മിനിറ്റ് ഇളക്കി കൊണ്ട് തന്നെ വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ചോക്കാൻ പാടില്ല. നന്നായിട്ട് 1 മിനിറ്റ് നമുക്ക് നന്നായിട്ടിത് വഴറ്റിയെടുക്കാം. ഇളക്കി കൊണ്ട് തന്നെ ഇത് വഴറ്റിയെടുക്കണം. 1 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇറ്റാലിയൻ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഒരിഗാനോ, തൈമും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൂടെ തന്നെ നമുക്ക് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് 1 മിനിറ്റോളം വഴറ്റിയെടുക്കാം. ഇളക്കി കൊണ്ട് തന്നെ ഇത് വഴറ്റിയെടുക്കണം. 1 മിനിറ്റോളം വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളി പേസ്റ്റ് അരച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ തക്കാളിയെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം നന്നായിട്ടിത് മിക്സ് ആക്കിയെടുക്കാം. മിക്സ് ആക്കി കഴിഞ്ഞ ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തള വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് തിളക്കാൻ തുടങ്ങി. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഏറ്റവും ലോ തീയിൽ വെച്ചിട്ട് സിമ്മിൽ നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് നമുക്ക് സിമ്മിലായിട്ട് ഇത് വേവിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ അടിപൊളി പിസ്സ സോസ് ഇപ്പോൾ റെഡിയാണ്. ഒരു 15 മിനിറ്റോളം സിമ്മിലാക്കിയിട്ട് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇത് കരിയാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് വഴറ്റിയിട്ട് വേവിച്ചെടുക്കണം. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. എന്നിട്ട് ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടിപൊളി പിസ്സ സോസ് റെഡിയാണ്. ഇനി പുറത്ത് പോയിട്ട് പിസ്സ വാങ്ങി കഴിക്കണ ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ആസ്വദിക്കാം. നല്ല അടിപൊളി പിസ്സ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇതായി പിസ്സ സോസ്. ഇനി നമുക്ക് ഒരു അടിപൊളി പിസ്സൻ്റെ റെസിപ്പി നോക്കാം. ഒരു വെറൈറ്റിയാണ്, എളുപ്പത്തിലൊരു ഉണ്ടാക്കാൻ പറ്റിയ ഒരു പിസ്സ റെസിപ്പി നോക്കാം. നല്ല ടേസ്റ്റിയാണ്. ബ്രെഡും കാര്യങ്ങളൊന്നും വേണ്ടതിന്. അപ്പോൾ എളുപ്പത്തിലൊരു പിസ്സ ഉണ്ടാക്കുന്ന റെസിപ്പി നോക്കാം. അപ്പോൾ ഇതിനാവശ്യമുള്ളത് 2 ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അധികം കട്ടില്ലാതെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ
എന്നിട്ട് ആവശ്യമുള്ളത് സോസേജാണ്. സോസേജ് ഇല്ലെങ്കിൽ ചിക്കൻ ഇടാം. ചിക്കനും വേണ്ടെങ്കിൽ നമുക്ക് വെജിറ്റബിൾ പിസ്സ ഉണ്ടാക്കിയാലും മതി. ഇത് സോസേജ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മുട്ടയാണ്. 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 കപ്പോളം ചീസ് എടുത്തിട്ടുണ്ട്. ചീസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഒരിഗാനോ. ഇതെല്ലാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ മുട്ടയിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി, ഇങ്ങനെ പരന്നൊരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായ ഇതിലേക്ക് നമുക്ക് പൊട്ടാറ്റോ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പൊട്ടാറ്റോ അരിഞ്ഞത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഈ പാനിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം ഇതുപോലെ. അപ്പോൾ പൊട്ടാറ്റോ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റോളം വേവിച്ചെടുക്കാം. അപ്പോൾ 2 മിനിറ്റിന് ശേഷം പൊട്ടാറ്റോ ഒന്ന് കുക്കായിട്ടുണ്ടാവും. നമ്മൾ അധികം കട്ടിയില്ലാതെ തന്നെ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ കുക്കായിട്ടുണ്ടാവും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ മുട്ട നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചത് ഇതിൻ്റെ മുകളിലൂടെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും എത്തുന്ന പോലെ നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കിത് മൂടി വെച്ചിട്ട് 2 മിനിറ്റോളം വേവിച്ചെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ മുട്ടയൊക്കെ ഒന്ന് ഒരു ഭാഗം ശരിയായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിങ്ങനെ മറിച്ചിടാം. ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് വേണം മറിച്ചിടാൻ. ഇതുപോലെ മറിച്ചിട്ടിട്ട് നമുക്ക് വീണ്ടും അത് തിരിച്ചിടാം. ഇനി അടുത്ത സൈഡ് നമുക്ക് വേവിച്ചെടുക്കേണ്ടതാണ്. ഇനി ഗ്യാസ് ഓഫാണ്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് പിസ്സ സോസൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. പിസ്സ സോസ് ചേർത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ടോപ്പിങ്സ് എല്ലാം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ടോപ്പിങ്സ് ഇട്ട് കൊടുക്കാം. എന്ത് വേണമെങ്കിലും അത് ചേർക്കാം. ഇതൊരു എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന പിസ്സയാണ്. പിന്നെ നമുക്കിതിലേക്ക് ഒരിഗാനോ, ചില്ലി ഫ്ലേക്സ്, പെപ്പർ പൗഡർ, അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. മുകളിലൂടെ കുറച്ച് ചീസ്, പിന്നെ സവാള, ക്യാപ്സിക്കം, വെജിറ്റബിൾസ്, ഒലീവ്സ് എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് ഏറ്റവും ലോ തീയിൽ വെച്ചിട്ട് ചീസ് മെൽറ്റ് ആവുന്ന വരെ നമുക്കിത് ശരിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി പിസ്സ, എളുപ്പത്തിലൊരു പിസ്സ റെഡിയാണ്. നല്ല ടേസ്റ്റിയായ ഒരു പിസ്സയാണ്. വളരെ ഒരു സിമ്പിളായിട്ട് എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പിസ്സ സോസും പിസ്സ റെസിപ്പിയും ട്രൈ ചെയ്തിട്ട് ഞങ്ങളെ അറിയിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പത്തിലൊരു പിസ്സ ഉണ്ടാക്കാനും കഴിക്കാനും പറ്റിയൊരു ഡിഷാണ്. അപ്പോൾ ട്രൈ ചെയ്യാം. എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.